നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ CPM ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്നു എന്ന് പറഞ്ഞപ്പോൾ 2 മാസം മുമ്പ് വരെ CPM നേതാക്കൾ ആരും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു, ദേശീയപാതയുണ്ടാക്കി, ഇങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധമുണ്ടാകേണ്ട കാര്യമില്ല. പിണറായി വിജയൻ സർക്കാരിനെ എല്ലാവരും നെഞ്ചിലേറ്റുകയാണ്. 3ാം പിണറായി വിജയൻ സർക്കാർ ഉറപ്പായും വരും എന്നാണ് CPIM-ഉം അതുപോലെ തന്നെ മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാം പറഞ്ഞിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ തിരിച്ചടിയാണ് CPM-ന് ലഭിച്ചത്. സാധാരണഗതിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം അടിതെറ്റി ഒരു CPIM-നെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ അത് വലിയ പരാജയം തന്നെ CPIM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മേൽക്കൈ നേടി, BJP അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മേൽക്കൈ നേടുകയും ചെയ്തു. ഇവിടെയെല്ലാം ശോഷിച്ചു പോയിരുന്നത് CPM ആയിരുന്നു. ഇത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയാണ് എന്ന് പറഞ്ഞിട്ടും CPM വിശ്വസിച്ചിരുന്നില്ല. CPM പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BJP-യും അതുപോലെ തന്നെ UDF-ഉം നടത്തിയ പ്രചരണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല, അതിന് കൃത്യമായ പ്രചരണം പാർട്ടി നടത്തും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ തന്നെ വലിയ പൊട്ടിത്തെറി, സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. CPIM-ൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഉന്നത നേതാക്കൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ടു പോകുന്നത്. നമുക്കറിയാം, എസ് രാജേന്ദ്രൻ, ദേവികുളം MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ, അദ്ദേഹം അധസ്ഥിത വിഭാഗങ്ങളുടെ ഇടയിൽ, അടിസ്ഥാന ജനവർഗങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം ആദ്യം പാർട്ടി വിട്ടു പോകുന്നു. അദ്ദേഹം BJP-യിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം BJP-യിലാണ്. BJP സ്ഥാനാർത്ഥിയായി ദേവികുളത്ത് മത്സരിക്കുകയും ചെയ്യുന്നു. G. സുധാകരൻ എന്നെന്നും പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ് G. സുധാകരൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ G. സുധാകരൻ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അദ്ദേഹം ദീർഘകാലം ആ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും വലിയ പേരെടുത്ത നേതാവായിരുന്നു. മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ പോലും വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി അവഗണിക്കുന്നു എന്ന പരാതി അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നു. അതിനുശേഷം പാർട്ടി ആ അമ്പലപ്പുഴ സീറ്റിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി G. സുധാകരൻ വളരെ കൃത്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ നീളുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വിളിച്ചാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയാണ് എന്തുകൊണ്ട് G. സുധാകരൻ പാർട്ടി വിട്ട് പോയി എന്ന് പാർട്ടി ഇപ്പോൾ ആ മേഖലകളിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സെക്രട്ടറിയുടെ ദൂതന്മാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടി അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരുമെല്ലാം G. സുധാകരനെ കണ്ടു, ഈ മെമ്പർഷിപ്പ് പുതുക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ഇടപെട്ടാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സമവായ സാധ്യതയുള്ളൂ എന്ന് പറയുകയായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് വരെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടും അദ്ദേഹത്തെ കാണാതെ മടങ്ങിപ്പോയി. അവിടെ സമവായം അടയുകയായിരുന്നു. അങ്ങനെ G. സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. TK ഗോവിന്ദൻ ഇന്നലെയാണ് വലിയ ആരോപണങ്ങൾ, അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറിക്കെതിരെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ ഉയർത്തിയത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതെല്ലാം ഉന്നയിക്കുന്നു. ഇന്ന് TK ഗോവിന്ദനെ വിശദീകരിക്കാൻ, അല്ലെങ്കിൽ TK ഗോവിന്ദൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിശദീകരിക്കാനായി പാർട്ടിയുടെ നേതാവ് KK രാഗേഷ് 1 മണിക്കൂറുകളോളം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഞെരിവിരി കൊള്ളുന്നത് നമ്മൾ കണ്ടതാണ്. ഓരോ ചോദ്യത്തിനും വിശദീകരണം നൽകാൻ അദ്ദേഹം വളരെയധികം പാടുപെടുന്നത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് KK രാഗേഷിനെ ഇതേ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വലിയ കലാപക്കൊടി ഉയർത്തിയപ്പോഴാണ്. V. കുഞ്ഞികൃഷ്ണൻ CPIM-ൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുന്നു. അണികൾ പാർട്ടിയെ, നേതൃത്വത്തെ തിരുത്തട്ടെ എന്ന ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടി പ്രവർത്തകർക്ക്, പാർട്ടി നേതാക്കന്മാർക്കെതിരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടുത്തെ MLA TI മധുസൂദനെതിരെയും ഒക്കെ ഉയർത്തിയിരുന്നത്. അദ്ദേഹം V. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടിയുടെ
ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിക്കുന്ന ഫണ്ടിൽ നിന്ന് പോലും വലിയ തിരിമറികൾ നടത്തിയിരിക്കുന്നു, ലക്ഷങ്ങളുടെ തിരിമറികൾ നടത്തിയിരിക്കുന്നുവെന്നാണ്. ഇതിനൊക്കെ വിശദീകരണം കൊടുക്കാൻ കെ രാഗേഷ് നന്നേ പാടുപെടുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സി മുകുന്ദൻ, അദ്ദേഹം CPIയുടെ നേതാവാണ്, എന്നാൽ പോലും സി മുകുന്ദൻ പാർട്ടി വിട്ടുപോകുന്നു. അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്. VS അച്യുതാനന്ദൻ്റെ ദീർഘകാല സന്തത സഹചാരിയായ എ സുരേഷ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു. അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇങ്ങനെ ഇത് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. പക്ഷേ നിരവധി പ്രാദേശിക നേതാക്കന്മാർ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എല്ലാ ജില്ലകളിലും നിരവധി പ്രാദേശിക നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം BJPയിലേക്കും കോൺഗ്രസിലേക്കുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിശദീകരിക്കാൻ പാർട്ടിക്ക് വല്ലാതെ പാടുപെടേണ്ടി വരുന്നു. പാർട്ടി നേതാക്കന്മാരുടെ ഒരു ശരീരശാസ്ത്രം പോലും ആ രീതിയിൽ ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും ഭരണവിരുദ്ധ വികാരത്തെ നേരിടുക എന്ന ഒരു വലിയ ഉദ്യമം മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പോലും ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്നു. നേതാക്കന്മാരെ, പാർട്ടിയിലെ പ്രമുഖനായ മറ്റു നേതാക്കന്മാർ ഇങ്ങനെ പച്ചയ്ക്ക് തെറി പറയുന്നു, വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിൽ പലതും സാമ്പത്തിക ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങളിൽ ഒന്നും പറയാനാകുന്നില്ല, ഒരക്ഷരം ഇക്കാര്യങ്ങളിൽ മിണ്ടാനും കഴിയുന്നില്ല. പാർട്ടി ഈ ചരിത്രത്തിലെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയത്തിന് ഒരുങ്ങുന്നുവോ എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് പോലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. എന്തായാലും 10 വർഷത്തിന് ശേഷം പാർട്ടി തിരഞ്ഞെടുപ്പിന് നേരിടുകയാണ്. CPIM-ഉം LDF-ഉം എല്ലാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടത്തിലേറി വീണ്ടും തിരിച്ചു വരും അധികാരത്തിൽ എന്നാണ് കരുതുന്നതെങ്കിൽ വലിയ തെറ്റുകൾ സംഭവിക്കുന്നു. പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്നു, അണികൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. ഇതെല്ലാം CPIM-നെ കാത്തിരിക്കുന്ന വലിയ പരാജയത്തിൻ്റെ സൂചനകളാണോ എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.